അയ്യോ ചെറിയൊരു ഇഷ്ടമൊക്കെ മനുഷ്യർക്കാർക്ക് തോന്നാത്തെ. എന്നാൽ ലോറ ഒരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല. ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടിരുന്നാൽ മതി, ഒരു ഇഷ്ടമൊക്കെ തോന്നത്തില്ലേന്ന്. ശ്വാസം കിട്ടുന്നില്ല, ഇച്ചിരി ശ്വാസം തരുമോ? ചാവാറായുടെ കൃത്രിമ ശ്വാസം വേണം ചുണ്ടില് ചുണ്ടില്. ആ സെറ്റ് സെറ്റ് സെറ്റ്. എടാ ലോറ എന്താടാ? മനസ്സിലായില്ലേ? കൊറേ സംസാരിക്കാൻ നോക്കി, അവർക്ക് താല്പര്യമില്ല. മന്ദാരം ബൈക്കിൽ ഇറങ്ങും. ഞാൻ ലോറയും കൂടെ ബൈക്ക് ഓടിച്ച് നേരെ ഇവിടുന്ന് ജമ്പ് ചെയ്ത് അങ്ങനെ പോകാനുള്ളൊരു പ്ലാനില്ല. അല്ല ബൈക്ക് ഓടിച്ച് നീ ഓൾറെഡി പാരഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞേ. നമ്മള് ബൈക്കിൽ ഇരുന്ന് ഇവിടുന്ന് ജമ്പ് ചെയ്യുന്നു, എന്നിട്ട് പാരഷൂട്ട് ആ എന്നിട്ട് പാരഷൂട്ടിൽ പോകുന്നു. ആ വെയിറ്റ് ചെയ്യ്, അത് പാരഷൂട്ട് ഇടട്ടെ. ആകെ 2 പാരഷൂട്ട് ഇടുന്നുണ്ട്. മണ്ടാരും ഡിസിയൊക്കെ ചാടിയിട്ട് വന്ന് ഒരു വട്ടം സമ്മതിക്കൂല. ഞാൻ സമ്മതിക്കാം. വാ കുരുവി കുരുവി കുരുവി. ഇവൾ ലോറയ്ക്ക് ചെറിയ പേടിയൊരു വരാനായിട്ട്. അപ്പം കുരുവി ആരുടെയും കൂടെ ഒന്ന് വരുമോന്ന് അവളൊന്ന് ചോദിക്കുന്നു. അല്ലല്ല അത് ഡെയ്സിയും ലോറ. ആ കുരുവി ഒന്ന് അല്ല അല്ല മോബിക്ക് താല്പര്യമില്ല. മോബിക്ക് പാരഷൂട്ട് ചെയ്താ മോബിക്ക് വെയിറ്റ് എടാ മന്ദാരം, നിനക്ക് പാരഷൂട്ട് ആടാൻ താല്പര്യമുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഇവിടെ ആർക്കാ ഇനി പാരഷൂട്ട് ചാടാൻ താല്പര്യമുള്ള ആർക്കാ? നാരദനെ ഉള്ളോ? ആ എന്നാ ഒരു കാര്യം കുരുവി ഒന്ന് നാരദനോട്. അല്ല നാരദനോട് വരുന്നതിന് ഇപ്പൊ എന്താ? അവന്ത് പാരഷൂട്ട് ചെയ്യുമ്പോ പീഡിപ്പിക്കുന്നൊന്നുമില്ല. എന്ത് അവനോട് വന്ന എന്താ അവക്ക് തിന്നുവോ? അവൻ എന്ത് തിന്നുവോ? അവൻ മനുഷ്യനല്ലേ? കുരുവിനെ കയറ്റടിച്ചോ? കുരുവിനെ കയറ്റടിച്ച് അടിക്കും. പാരഷൂട്ട് ചെയ്യുന്നില്ല. നാരദ മാത്രം കിട്ടാ ഇത് പാരഷൂട്ട് തരാൻ. വാ പോയിട്ട് ഫസ്റ്റ് നിങ്ങള് പോകും, ബാക്കിൽ ഞങ്ങള് വരാം. നിങ്ങള് ചാടുന്നതാണ്. അങ്ങനെയൊന്നും ഇല്ല, നീ ആണെന്ന് വിചാരിക്കല്ലേ മോളെ. ആ ഓക്കെ ഓക്കെ ആ ക്യാരി അടിച്ചോ. അവരാദ്യം പോട്ടെ ലോറ, എന്നിട്ട് നമുക്ക് പോയാ പോരെ. ഇവിടുന്ന് ക്യാരി അടിക്കല്ലേ, നിങ്ങൾ നിലത്ത് വീഴും. ഇല്ലല്ലോ ക്യാരി അല്ലോ, പിഗ്ഗി ബാങ്ക് കൊടു. പിഗ്ഗി ബാങ്ക് ഓഫർ. ഷിബു നീ നേരത്തെ ഇതുപോലെ ഒന്ന് താഴെ പോയതാ. ഷിബു ഇതൊക്കെ ചില്ലറ കിഴയല്ലേ കാണിക്കുന്ന കേട്ടോ. ഷിബു നീ താഴെ ഇറങ്ങി, നിനക്കും വേണ്ടി ഒരു ജീവിതം. നമ്മുടെ ഒരു പോക്കുണ്ട് ഇപ്പൊ വണ്ടിയൊക്കെ ഷിബു. ഓ മാറ്. ഓഹോ അളിയാ ഇങ്ങനെ നേരെ ഞാൻ ഇവളോട് ഇങ്ങനെ നേരെ ഇറങ്ങുന്നു. ഒരു ധൂമ്പജാലെ പാട്ട് വിടാം അല്ലേ? അളി ഇതായിരിക്കും സെറ്റ്. അളിയ ഒന്ന് ട്രയൽ അടിച്ച് നോക്കി അളിയാ ഞാൻ പറഞ്ഞെ, ട്രയൽ അടിച്ച ബൈക്ക് പോവല്ലേ? കണ്ണാ ട്രയൽ അടിച്ച് നോക്കി, ഇല്ലെങ്കിൽ ഫെയിലിയർ ആവുവേ. 2 കപ്പിൾസ് പോണ്.
പോട്ടെ 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 പോട്ടെ. അപ്പം നാരദ പാട്ട് ഞാൻ പറഞ്ഞുതരാം പോയി യോഗമില്ല പിടിയെ എന്തിന് പാട്ടുണ്ടാക്കാൻ പോയത്? നീ പോയിട്ടോ അച്ഛനും മോളും ചത്ത്. ഇനി നമുക്ക് ഡിലേ ആക്കാൻ പറ്റൂല. അതെ, അടുത്ത ആളും പോയി, ഷിബുവും പോയി. ശിവ പോയി, അളിയനും പോയി. ലോറ വാ. അളിയ എനിക്ക് അത് കില്ല് വന്നത് ചത്തവൻ ആണോ? ലോറ വാ. പേര് പറ. നീയാണോ? റോയിച്ച വന്നില്ലടാ. വരും. ഇല്ലില്ല. അച്ഛനും മോളും രണ്ടുപേരുടെ ശവം കാണുന്നില്ലല്ലോ. വന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ പോയതാ. ഒരു പാട്ട് പറഞ്ഞ പാട്ട് മെഹബൂബ തന്നെ മതിയോ? മന്ദാരം ചത്ത് കേട്ടാടി. ഞാനിവിടെ ചില്ലാനുണ്ട്. ഒന്ന് പാരച്ചൂട്ടില്ലേ ചാടാൻ നിൽക്കുക. കഴിഞ്ഞിട്ട് വിളിച്ചാ മതിയാ. മന്ദാരത്തിന്റെ മോള് പഴയ പാട്ടിട്ടല്ലോ. നാരദന്റെ തോളത്തിരിക്കുന്നു. നാരദൻ പോയിട്ട് ക്യാരിങ് ക്യാൻസൽ അടിച്ചിടന്നു. കുരുവി പോയി. അതിന് പുറകെ മന്ദാരം എന്നാ പിന്നെ നീയും പൊക്കോന്ന് ഒറ്റയടി മന്ദാരവും പോയി. എന്റെ പൊക്കിന്ന് വന്നോ താഴെ. പൊക്കിയെന്ന് തോന്നുന്നു കാണാൻ. സൈഡിലോട്ട് നടക്കുവോ? പാട്ടിട്ടോണ്ടിരിക്കുക കൊച്ചേ. പിന്നെ പാട്ടുണ്ടെങ്കിൽ ചാടാൻ പറ്റത്തുള്ളൂ. ഫീലൊക്കെ വേണ്ടേ? എന്ത് ഫീല്? അല്ല ചാടുമ്പേ. അക്സെപ്റ്റ് ഒന്നും വന്നില്ല. പാട്ട് കേക്കാവോ? കേക്കാം. എന്നാ അക്സെപ്റ്റ്. വണ്ടി എന്തി നമ്മുടെ? സ്നേഹം കനവിൽ നിറയും. നല്ല പാട്ടാ, പാടിക്കൊള്ളാക്കല്ലേ. ഓ നിങ്ങളെ കാണാൻ മാച്ച് തന്നെ. കപ്പിൾസ് അടിച്ച് തലവൊട്ടിക്ക് ഞാൻ ബാറ്റും കൊണ്ട് വന്ന. എനിക്ക് മാത്രം എന്താ ഈ ലോകത്ത് ഇങ്ങനത്തെ അവസ്ഥ? എടാ ഫോൺ സ്വിച്ച് ഓഫ് ആയി മൈതിച്ച്. എല്ലാം തടസ്സമാ. എന്തോ വലുത് വരാനുണ്ട്. ഇല്ല അത് തടസ്സമൊന്നുമല്ല. ഇവന്മാരെല്ലാം കുറെ നേരമായിട്ട് നമ്മളായിട്ട് മൂഞ്ചിക്കുക. അത് നീ അറിഞ്ഞോ? നേരത്തെ ഞാൻ അങ്ങനെ കത്തിപ്പോയെന്നറിയാവോ? എന്താ? ഇവന്മാര് കുറെ നേരമായിട്ട് മറ്റേ എന്റെ അടുത്ത് മാർക്ക് സ്പാം ചെയ്തോണ്ടിരുന്നു. അപ്പൊ ഞാൻ കത്തിപ്പോയി. ഇതൊക്കെ എന്ത് നമ്മൾ അറിയത്തില്ലെന്നാണോ? അങ്ങനെയൊക്കെ ഉണ്ട് ലോറ. നീ അറിയാത്ത പല കാര്യങ്ങളുണ്ട് സിറ്റിയില്. ഇത് സിറ്റി വരാത്തൊരുത്തന്റെ ശാപമാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ മന്ദാരം വരുന്നു. ഇതെന്താ ഫോൺ ഓണാവാത്ത? എന്നാ നിന്റെ ഫോൺ തരല്ലേ? താഴെ പോ. നീ അത് പെറുക്കാനൊന്നും എനിക്ക് വയ്യ. ഇനി നടക്കാൻ. ഫോൺ ഓണേ. കുട്ടിക്കൂടിയേ അത് വേണ്ട. The heartbreak, the destiny. ലോറയ്ക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമല്ലേ? അതോ ഈ പാട്ടാണോ ഭയങ്കര ഇഷ്ടം? ആദ്യത്തേത്. സോറി. ഞാനും ഈ സിനിമ കണ്ടേ ഉള്ളൂ.
ഇതാന്ന് തോന്നുന്നു കറക്റ്റ് സാധനം. ആ ഫസ്റ്റ് വെച്ചത് മതി. വല്ല മരിച്ച വീട്ടില് പോകുന്നുണ്ടാ? ഇതല്ലേ ഫസ്റ്റ് വെച്ചത്? അല്ലല്ലേ? ചമ്മാതാവേ, നീ പാട്ടില്ലാണ്ട് ചാടാവോ? ആ മെഹബൂബ തന്നെ മതി. എന്റെ മെഹബൂബായിരുന്നു ബെസ്റ്റ്. ഓക്കെ, നമ്മുടെ ചാടുവാണേ. ആ ബെസ്റ്റ് കപ്പിൾസ് ഇൻ ദി സിറ്റി. ബാറ്റും കൊണ്ട് വന്നുണ്ടല്ലോ എല്ലാത്തിനും തല പൊളിയേ. ഞാനങ്ങനെ ഒരു പെണ്ണായിട്ട് ആദ്യമായിട്ട് ചില്ലിയാടി ഞാൻ ചാടാൻ പോകുന്നു. ഇത് ഏത് ഭാഷ ഇത്? നിങ്ങളെ കാണാൻ ക്യൂട്ടായിട്ടുണ്ടല്ലോ. അതെന്നെ താഴെ നിർത്തുവോ? ഞാൻ ഒന്ന് മറുപടി കൊടുത്തിട്ട് വരാം. ഇതിപ്പോ എത്ര നേരമായി ലോറ? നീയല്ലേ ഇതൊക്കെ എന്ത് പാട്ട്? ഇതാണ് പാട്ട് വെച്ചത്. അതവളുടെ റിംഗ് ട്യൂണാ. റിംഗ് അവളുടെ റിംഗ് ട്യൂൺ അത്. ഇത് എടാ ഇതെങ്കിലും ഒന്ന് സമ്മതിക്കടാ. ഇടുവാ. ഞാൻ ഒന്ന് ഇനി ഇതിട്ടോട്ടെ. ഇനി അവിടെ ചെന്ന് 2 മാസം ഡയലോഗ് ഇങ്ങ് വാങ്ങി. അക്സെപ്റ്റ് ലോറ, എന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഭയങ്കര ഇഷ്ടമാണോ? അതെ, ഇഷ്ടാണ്. ഇഷ്ടാണോ? ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് എന്നെ ചോദിക്കുള്ളൂ, അല്ലെ പിന്നെ ഞാൻ നിന്നെ കെട്ടണോ? അയ്യടാ, കെട്ടാൻ പറ്റിയ മുതല് നല്ല ആണുങ്ങൾ വേറെ ഇല്ലടാ സിറ്റിയില്. ആണോ? കണ്ണാപ്പിക്ക് എങ്ങനെയാ? ബെസ്റ്റ് ഫ്രണ്ടാ. ആയിക്കോട്ടെ. ആദ്യമായിട്ടാ ഞാന് പെണ്ണിന്റെ കൂടെ ചാടുന്നത്. അതെ, ഞാൻ ഇത് 3ാമത്തെ തവണ കേൾക്കുന്നേ കേട്ടോ. ഇതേലും മിന്നിച്ചാ മതിയായിരുന്നു. സത്യം. ചാടാം. പാട്ടത് മാറിയേ. ചാടാ ലോറ. ചാടാം. ഇപ്പൊ റെഡി 2 1. ലോറ, ഹലോ, പേടിയാണോ? ഹലോ, പേടില്ല, ഇറക്കി പിടിച്ചിട്ടുണ്ടല്ലോ. അല്ല, പേടിച്ചു മറ്റേ അണ്ണാനൊക്കെ മറ്റേ മരത്തെ അള്ളി ആന്തി ഇരിക്കത്തില്ല, അതേപോലെ ഇരിക്കുന്നു. ലോറ, എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നേ. നേരത്തെ ഇല്ലേ ഞാൻ ചത്തപ്പോഴും നീ എനിക്ക് വേണ്ടി കാവലൊക്കെ ഇരുന്നില്ലേ? സത്യം പറഞ്ഞാല് വഴി അറിയത്തില്ലാത്തോണ്ട്. അല്ല, സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല. നീ എന്റെ ശവം അവിടെ ഇട്ടിട്ട് പോവായിരുന്നു, അത് പറ. അത് ഞാൻ പോയേനെ. ശവമൊക്കെ പിടിച്ചോണ്ട് കാണിക്കാനോ? ഇതാ പറഞ്ഞ നിനക്കൊരു സ്നേഹം ഇല്ലെന്ന്. ഞാൻ ഇത് ഏതെങ്കിലും മരത്തെ കൊണ്ട് ഇടിച്ച നിർത്തുവേ. പറയട്ടെ, നിനക്കൊന്ന് അല്ല പറ. അല്ല, ഇങ്ങനെ അടി വഴക്കൊക്കെ ആയിട്ട് നടന്നാലും നടന്നാലും അല്ലേ
ഇഷ്ടമൊക്കെ തോന്നൂല എല്ലാവർക്കും. ആ ഒരു ഫ്രണ്ടായിട്ടുള്ള ഇഷ്ടമൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട്. എനിക്ക് ആങ്ങളെയായിട്ട് ഇഷ്ടം തോന്നി. അപ്പോഴോ? അത് ശരി, അടിമഴക്കൊക്കെ ആയിട്ട് നടന്നാലും അടി ഒരു ചെറിയൊരു ഇഷ്ടമൊക്കെ മനുഷ്യർക്കാർക്ക് തോന്നാത്തെ. അത് വലുതാക്കണ്ട കേട്ടോ. അല്ലല്ല, അതേ വലുതാക്കത്തില്ല. ആണല്ലേ? എന്തിനു വലുതാക്കേണ്ട ആവശ്യം? നമുക്ക് ഫ്രണ്ട്ഷിപ്പ് അല്ലേ നല്ലത്. അല്ലെങ്കിൽ നിന്നെ പോലെ ഒരുത്തിയൊക്കെ കിട്ടുന്ന ഞാൻ ചിന്തിച്ചേ. അല്ലേ നിന്നെ പോലെ ഒരുത്തിനെ കിട്ടുന്നതിന് പേര് ഞാൻ തെരുവോട്ടിനെ പോയി പ്രേമിക്കുന്ന. അണ്ണാനെ പോലെ ആന്തിയിരിക്കുമല്ലേ നീ പേടിച്ചിട്ട്? ഞാൻ ഇവിടെ വല്ലതേ ഈ ഷീറ്റിലെ വല്ലതും കൊണ്ടിറക്കേ. അവര് വൈറ്റ് വാഷ് അടിച്ചിട്ട് കുട്ടി അടിച്ചോണ്ട് വന്നേക്കുന്നു. ഇതെങ്ങനെ നീ കറക്കി നോക്കി. ഓറഞ്ച് തോട്ടത്തിൽ ഇരിക്കും കേട്ടോ. അല്ല മരത്തിലും കുടുങ്ങി ഇരിക്കാതിരുന്നാ മതി. പോ ദേദാസുമാൻ അവര് വണ്ടി എവിടുന്ന് കിട്ടുന്ന ഇങ്ങനെ? ഇത് ഗ്യാങ് വണ്ടിയാ. ഗ്യാങ് വണ്ടി എടുത്തോണ്ട് അടിയും കൂടെ കിട്ടും. ഞാൻ പറയാം എനിക്കറിഞ്ഞൂടാത്. ഇത് ക്യാനല്ലേ? ഹലോ ബുള്ളറ്റ് എന്നാളിയാ? ഹലോ എന്നാലും ലോറ ഒരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല. ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടിരുന്നാ മതി, ഒരു ഇഷ്ടമൊക്കെ തോന്നത്തില്ലേന്ന്. അല്ല പിന്നെന്താ കുഴപ്പം? അപ്പൊ നിനക്ക് എന്നോട് ഇഷ്ടം തോന്നിയോ? അയ്യേ തോന്നാൻ പറ്റിയ മുതല് പോടാ അവിടുന്ന്. ഞാൻ പറഞ്ഞില്ലേ അല്ല ഞാൻ ആരെയും പോയി പ്രപ്പോസ് ചെയ്യാണ്ട് ഇങ്ങോട്ട് വരുന്ന ഒരു പ്രപ്പോസൽ ഞാൻ സ്വീകരിക്കത്തില്ല. അതാ അതുപോലെ തന്നെയാണ് ഞാനിത് ഇങ്ങോട്ട് ഞാൻ ഒരു വ്യത്യാസമുണ്ട്. ഇങ്ങോട്ട് വരുന്ന പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യും. ഇങ്ങോട്ട് വരുന്ന ഏത് പെണ്ണാണോ ഫസ്റ്റ് പ്രപ്പോസ് ചെയ്യാൻ ആദ്യം അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അങ്ങോട്ട് ഞാൻ ഒറ്റ പെണ്ണിനെ പ്രപ്പോസ് ചെയ്തില്ല. കാരണം ഞാൻ തീരുമാനിച്ച എന്റെ ജീവിതത്തിൽ അത് ഞാൻ പ്രോമിസ് കൊടുത്തു. ഇപ്പൊ കിട്ടുമെന്ന് ഇങ്ങോട്ട് ഏതെങ്കിലും പെണ്ണ് പരിപാടി ഇപ്പൊ നോക്കിയിരുന്നു. എന്താ പുറത്ത് മുതുകത്തിരുന്നങ്ങ് സൂചിച്ചോ? ഇറങ്ങടി. സൂചിച്ച് ആനപ്പുറത്തിരിക്കുന്നവരുണ്ട്. കറക്റ്റ്. ആനയുടെ വാ അടഞ്ഞോ? ചിഹ്നം വിളിക്ക്. സ്വഭാവല്ലേ അല്ലേ? നമ്മളിതിന്റെ മണ്ടയ്ക്ക് വലിഞ്ഞു കയറണല്ലേ കൊരങ്ങനെ പോലെ. കൊരങ്ങനെ പോലെയല്ല, കൊരങ്ങൻ കേറുന്ന. നീ കേറിയ കൊരങ്ങാവും. കണ്ണാപ്പി നമ്മളിങ്ങനെ മിണ്ടു സംസാരിക്കുന്നത് നീ എപ്പോഴെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഞാനേ അന്നേ ഞാൻ പിന്നെ വേറെ ആരോടും ഇത്ര വൈബ് വരാത്ത എന്താണെന്നറിയോ? അന്നേ നീയായിട്ട് സംസാരിച്ചപ്പം നല്ല വൈബ് ഉണ്ടായിരുന്നു, മനസ്സിലായോ? പിന്നെ അതുകൊണ്ട് വേറെ പെൺപിള്ളേരൊന്നും ഞാൻ അടുപ്പിക്കാൻ. അന്ന് നമ്മൾ പണ്ട് സംസാരിച്ചൊക്കെ ഓർമ്മയുണ്ട്. നമ്മൾ മലയിലൊക്കെ പോയി അന്ന് നീ കമ്മിറ്റഡ് ഒക്കെ ആയിരുന്നു. പിന്നെ വെറുതെ നിങ്ങളുടെ റിലേഷനിൽ നമുക്ക് ഇങ്ങനെ ബെസ്റ്റ് എന്ന് കളിക്കുന്ന എനിക്കങ്ങനെ ഇഷ്ടമൊന്നുമില്ല. അന്നേ നല്ല വൈബ്, നല്ല കോംബോ ആണല്ലേ? എല്ലാരും അത് പറഞ്ഞു സിറ്റിയില്. നല്ല കോംബോ. നമ്മളല്ല കോംബോയാ. അതെ അതെ. എനിക്കിനി റിലേഷൻഷിപ്പ് വരുമ്പം ഈ ഒരു കോംബോ നീ എന്റെ ആക്കുവോ? എന്തിനാക്കണം? എനിക്കങ്ങനെ എന്റെ ആക്കേണ്ട ആവശ്യമില്ല. ഉറപ്പാണേ? നാളെ ഞാൻ ആരെങ്കിലും പ്രപ്പോസൽ അല്ല ഞാൻ ആരെങ്കിലും പോയി പ്രപ്പോസ് ചെയ്താ നിനക്ക് വിഷമമൊന്നും ആകത്തില്ലല്ലോ? എക്സാം ആണ് നാളെ, എനിക്ക് പഠിക്കാൻ പോണമായിരുന്നു. എന്തോ?
അല്ല ശരിക്കും വിഷയവും പിന്നെ ഈ ചെറിയ വിഷമമൊക്കെ കാണും. പിന്നെ സിംഗിൾ ആകുമ്പോഴത്തേക്ക് എനിക്ക് ഇതുപോലെ ഇത്ര ഫ്രീഡം കാണിക്കാൻ പറ്റുമോ? ഇങ്ങനെ പാരഷൂട്ടിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ? വേണ്ട, നീ സിംഗിൾ ആയിട്ട് ഇരുന്നാൽ മതി, വെറുതെ കമ്മിറ്റഡ് ആവണ്ട. അല്ലടാ എത്രയും പ്രായമായി. നിങ്ങൾ എവിടെയാണ് അവതാരം? നിനക്കൊന്നും പറയാനില്ലല്ലോ. ഒറ്റ മിനിറ്റ് എടാ നിങ്ങളെവിടെ? ആ ഓക്കെ വരുന്നു. ആ പറഞ്ഞു. നിനക്കൊന്നും പറയാനില്ലല്ലോ. എന്ത് പറയാനില്ലല്ലോ? അതൊന്നും പറയാനില്ലല്ലോ. എനിക്കെന്ത് പറയാനോ? ഒന്നും പറയാനില്ല. നീ കമ്മിറ്റഡ് ഒന്നും ആവാതിരുന്നാ മതി. നീ സിംഗിൾ ആയിട്ട് അതാണ് ഏറ്റവും നല്ലത് നിനക്ക്. ആലോചിക്കാൻ നല്ല ചെറുക്കന്മാരൊന്നും വരാതെ നീ പ്രാർത്ഥിച്ചോ. ഞാനേ സിറ്റിയിൽ ഇന്നൊരു ക്യാരക്ടർ വാല്യൂടെ ഒരു ഫോട്ടോ കണ്ടില്ലേ നീ? ആ അവന്റെ സൗണ്ട് എന്ത് രസമാന്നറിയോ? പക്ഷേ ഫസ്റ്റ് സീനില്ല വീഡിയോ ഡിസംബർ മ്യൂസിക് GT ഗെയിം ക്രാഷ്ഡ്. ക്യാരക്ടർ വാല്യൂടാ. ഞാനിവിടെ താഴെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോ വെള്ളോട്ട് കേട്ടോ. അറ്റാക്ക് ചത്തിലടാ. 50 ആളിയെ നിന്റെ ബൈക്ക് ഇവിടെ ഉണ്ടോ? ആളിയാ ബൈക്ക് ഇവിടെ ഉണ്ട്, മേളിലുണ്ടോ? നീ ഇപ്പൊ എവിടെ ഉണ്ട്? എടാ ചില്ലിയാട് പോകുന്ന വഴി ഞാൻ ഉണ്ടേ. ആ ബൈക്ക് ഒന്ന് വെച്ചിട്ട് പോണേ. എന്റെ കിട്ടുന്ന ഒരു വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. അത് കുഴപ്പമില്ല, കൊച്ചുമായിട്ട് ഈ വണ്ടി യൂബറിന് പോകും. എനിക്കൊരു ആവശ്യത്തിന് പെട്ടെന്ന് വണ്ടി വേണം. വണ്ടി വന്നേ പറ്റൂ. പ്രജോം ബ്രോ അല്ലേ കുറച്ചു മുമ്പ് ചാറ്റി കണ്ടത്? പ്രജോം ബ്രോ അല്ലേ ഏട്ടാ. അവളൊക്കെ ഇനി തിരിച്ചു വരുമെന്നോ? പിന്നെ നീ ഇത്ര സമയം ചെയ്തോണ്ടിരിക്കുന്ന മാന്യന്മാരുള്ളതാണ്, തെരുവിൽ ഒന്നും പാടില്ലേ. ചലഞ്ച് എന്താ ചലഞ്ച്? കണ്ടില്ല. അക്കി ബ്രോ ചലഞ്ചോ? കണ്ടില്ല. അക്കി ബ്രോ മോഡായിരുന്നല്ലോ. അക്കി ബ്രോ ചലഞ്ച് ഒന്നും തരല്ലേ? അങ്ങനെ എന്റെ കണ്ണൻ ചാടിയേ നിക്ക്. നോ പ്രപ്പോസ് കണ്ണാ. പ്രപ്പോസോ? 50 ആണോ ഇത്? എടാ 50 നീ എവിടെ? നിന്റെ ബൈക്ക് എവിടെ? ഹലോ എടാ, ഒരു ലോറി പിടിച്ച ആൾക്കാർ ചില്ലിയാളിലോട്ട് വരുന്നു. ഹലോ മന്ദാരുണ്ടോ അവിടെ? ഈ പട്ടി എടാ പൊട്ടാ മന്ദാരം ഉണ്ടോ ഇവിടെ? ചാലഞ്ച് നോക്കട്ടെ. ആ കൊച്ചു വന്നിട്ട് 20 മിനിറ്റിൽ പ്രോപ്പർ കിസ് അടിച്ച 2K ജീപ്പ്. അതൊരു ഹഗ് തരുത്തുപോലുമില്ല. ഞാൻ എങ്ങനെ ചോദിച്ചിട്ട് ഒരു ഉമ്മ രൂപന്നൊക്കെ എങ്ങനെ ചോദിക്കൂ? അയ്യേ അക്യൂറ എന്തിന്? അയ്യേ എടാ നീ വരുന്ന വഴി ആടാ ഞാൻ. ഇതാരൊക്കെയല്ലോ? ഇതാരാ? എടാ ജൂടെ നിന്റെ പെണ്ണല്ലാടാ. അതേ നീ അതേ വേറെ ഏതോ ആൾക്കാരോട് ജൂഡിനെ കാണാൻ വേണ്ടി വന്നാടാ. ആണോ? ജൂഡ് ഇവിടെ ഇല്ലല്ലോ, പോയോ? ജൂഡൊന്നുമില്ല. ജൂഡല്ലേലും ഇതില്ലല്ലോ. വിളിച്ചിട്ട് വന്നാ പ്രപ്പോസ് മതി അക്യൂറോ. പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അത് ഞാൻ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തില്ലെന്ന് പറഞ്ഞ
ഞാൻ പ്രപ്പോസ് ചെയ്താൽ ശരിയാകത്തില്ല. പ്രപ്പോസ് കഴിച്ച് നമുക്ക് ഈ റെമോ സ്റ്റൈലിലൊക്കെ ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ഈ ഇപ്പൊ ഇവിടെ വെച്ച് പ്രപ്പോസ് ചെയ്താൽ ശരിയാകത്തില്ല. അത് റെമോ സ്റ്റൈലില്ല. ഒരു ഉമ്മയ്ക്ക് പൈക്കയോ ഉമ്മ ആണ് നോക്കാൻ പ്രപ്പോസൽ പറ്റില്ല. ഹലോ എന്നെ ഓർമ്മയുണ്ടോ? ഹലോ ശ്വാസം കിട്ടുന്നില്ല. ഇച്ചിരി ശ്വാസം തരുമോ? തരാലോ. സീരിയസാ സീരിയസാ. ഇച്ചിരി ശ്വാസം തന്നാ തീരാത്ത പ്രശ്നമേ ഉള്ളൂ. ആണോ? ഒരു മിനിറ്റ് ഇവിടേക്ക്. മന്ദാരം അതുവരെ ചത്തു ചത്തു എന്തുകൊണ്ടാണോ ചാവുന്നേ? അങ്ങൊരു ചത്തു. ഒരു നീ എന്ത് നിന്നോണ്ട് ചാവുന്ന? കിടക്കുമല്ലേ? ചത്തോ? അനു 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 ഇതെന്താ? അനു അനു ശ്വാസം ശ്വാസം പെട്ടെന്ന് ചെത്ത്. അനു ശാസ്ത്രോ? ഓ ഈഞ്ഞക്ക് ഞാൻ എടുത്തോണ്ട് പോവാ. പെട്ടെന്ന് ചാവും. മേടിച്ചിട്ട് ചാവും. പെട്ടെന്ന് ശ്വാസം നീ തോളി കിടന്ന് പാണ്ടേ. നീ പറഞ്ഞ എളുപ്പമൊന്നുമല്ല. തോളി കിടക്ക്. നീ ഞെക്കുന്ന ശ്വാസം ഞാൻ എന്നേക്കും കളയണോ? അത് പറ്റും പറ്റും പറ്റും. നിന്നെ കൊണ്ട് ഇപ്പൊ ശ്വാസത്തിന് പറ്റൂ. അളിയാ ഞാൻ ചാവാറായുടെ കൃത്രിമ ശ്വാസം വേണം. ചുണ്ടില് ചുണ്ടില്. അണ്ണാ നീ വന്നേ. അയ്യോ ഇപ്പൊ ചാവും. ഇപ്പൊ ചത്തു ചത്തു. നിന്നോട്ട് ചാവുന്ന ആദ്യമായിട്ടാ ഞാൻ ഒരാളെ കാണുന്നേ. ചത്തു ചത്തു. അയ്യോ ചത്തു. പോതിന് മുമ്പേ വിളച്ചിലെടുക്കല്ലേ വിളച്ചിലെടുക്കല്ലേ. അടിച്ചിറക്കും ഞാൻ. പ്രപ്പോസ് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞിട്ട് കോളേജ് നിന്റെ അമ്പ് കെട്ടി ഇല്ലടി പിന്നെ പ്രപ്പോസ് ചെയ്താൽ ശരിയാത്തില്ല. നീ വൈകി പോകത്തില്ല. കുറച്ച് കഴിഞ്ഞിട്ട് പ്രപ്പോസ് ചെയ്യാൻ ഇപ്പൊ ശരിയാകത്തില്ല. കൃത്രിമ ശാസ്ത്രം ഞാൻ എങ്ങനെ മേടിക്കാം?